ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നോട്ട് പാഡാണ്. ഒന്നുമില്ല, മെയിനായിട്ട് നമുക്കിതിനൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്സ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തതിൽ 4 പീസ് വരുന്നുണ്ട്. അതിൽ ഒരു ഷീറ്റ് മാറ്റി വെച്ചിട്ട് 3 പീസും നമുക്ക് വീണ്ടും ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കണം. ഇത് കുഞ്ഞു പീസുകളാക്കി മാറ്റണം. ഇനിയിപ്പോൾ പിൻട്രസ്റ്റിൽ പോയി കവായി PNG എന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലെ ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. ഞാനിപ്പോൾ ഇത്രയ്ക്ക് പിക്ചേഴ്സ് എടുക്കുന്നത് നെയിം സ്ലിപ്സ് ഉണ്ടാക്കാനാണ്. എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇത് നമ്മുടെ സ്കൂളിലോട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മുടെ പേപ്പർ സോപ്പ്. ഇത് ഉണ്ടാക്കിയത് എന്തിനാണ്? ഹാൻഡ് വാഷ്. ഇനിയിപ്പോൾ നമ്മുടെ പേപ്പർ സോപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഹാൻഡ് വാഷ് തന്നെ വേണം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇത് ഡ്രൈ ആവാൻ വേണം. ആയി കിട്ടിയോ എന്ന് ഇതൊന്ന് കുഞ്ഞ് പീസിലേക്ക് കട്ട് ചെയ്തെടുക്കണം.
മറന്നു പോകുന്നവർക്ക് നമുക്കൊരു ഹോംവർക്ക് റിമൈൻഡർ ഉണ്ടാക്കാം. ഒന്നുമില്ല, ജസ്റ്റ് നമുക്കിഷ്ടമുള്ളൊരു പിക്ചർ വരച്ചു കൊടുക്കുക, ഒരു ലൈൻ ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ? നോക്കണം. അതിന് വേണ്ടി ഞാനൊരു പേപ്പർ സോപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളത്തിലേക്കാക്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പേപ്പർ സോപ്പ് എന്തായാലും സക്സസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് നോട്ട്സ് ട്രൈ ചെയ്യാം. നോട്ട്സ് ട്രൈ ചെയ്യാൻ അത്ര ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി അത്ര വലിയ പണിയൊന്നുമില്ല. നമുക്ക് വേണ്ട സാധനങ്ങൾ അതിൽ എഴുതി കൊടുക്കുക, മുകളിൽ വേണമെങ്കിൽ ഡേറ്റ് എഴുതി കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കുറച്ച് നെയിം സ്ലിപ്സ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്യണം. അതിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ ഒക്കെ തിരിച്ച് നമുക്കൊരു നോട്ടിൽ ഒട്ടിക്കണം.